ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത്, അതുപോലെ കല്ലുമ്മക്കായ കൊണ്ടുള്ള ഫ്രൈ ആണ് കേട്ടോ. അതിന് കടുക്കാന്ന് പറയും, അതുപോലെ കല്ലുമ്മക്കായ എന്നും പറയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കല്ലുമ്മക്കായൻ്റെ തോടില്ലേ, അതാദ്യം റിമൂവ് ചെയ്യുക. അത് യൂസ് ചെയ്യണം കേട്ടോ, അത് വേണം. അത് വെച്ചിട്ടാണ് കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാനുള്ളത് കല്ലുമ്മക്കായ കൊണ്ട്. കല്ലുമ്മക്കായ ഇല്ലേ, ഇതുപോലെ ഓരോന്നും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ആ തോടില്ലേ, കല്ലുമ്മക്കായൻ്റെ തോട്, അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിലാണ് കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വേണ്ടത്, ഇതിലേക്ക് വേണ്ടി തേങ്ങ, അതുപോലെ ചീരുള്ളി, കുമിൻസീഡ്, ജീരകം, ചെറിയില്ല, അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ സ്റ്റൗവിൽ വെള്ളം വെക്കുക, അതിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ തിളച്ച് വരുമ്പോൾ അരിപ്പൊടിയില്ലേ, അതിട്ടിട്ടൊന്ന് നല്ല തിള വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ച മിക്സില്ലേ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മഞ്ഞൾ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഡോ ആക്കി എടുക്കണം. പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ കല്ലുമ്മക്കായൻ്റെ തോടില്ലേ, അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണിത്. അതിലിതുപോലെ മാവ് ഫില്ല് ചെയ്തെടുക്കണം ഇതുപോലെ. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു മസാല കൂടി റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി മുളക് പൗഡറില്ലേ, അതും കുറച്ച് ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിനീഗറില്ലേ, അത് കുറച്ച് ഇതിൽ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ ഓരോന്നിലും ഇതുപോലെ പുരട്ടി കൊടുക്കുക. ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെക്കുക. അത് ചൂടായതിന് ശേഷം അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ടേസ്റ്റി, അതുപോലെ സിമ്പിളായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത് റെഡിയായിട്ടോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഉണ്ടാക്കാത്തവരൊന്നും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതിലേക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തത് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൗഡർ, അതുപോലെ മഞ്ഞൾ പൗഡർ, പെപ്പർ പൗഡർ, ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വറ്റിച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും. പിന്നെ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടി സവാള വേണം, സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി വേണം, തക്കാളി ഇതുപോലെ ചെയ്തെടുക്കാം. മുളക് വേണം, മുളകും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ കറി ലീവ്സ്. ഇതെല്ലാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വയ്ക്കുക. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പെട്ടെന്ന് വഴന്ന് വരും. പിന്നെ മുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നെ തക്കാളി ഇല്ലേ, ഒന്ന് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾ പൗഡർ ഇല്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട മുളക് പൗഡർ ഇതിലിട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചില്ലേ ആ കല്ലുമ്മക്കായ ഇതിലിട്ടിട്ട് ഒന്നെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.